ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്ന് കബറടക്കം. നമുക്കിന്ന് രക്തപ്രതിജ്ഞ. നമുക്ക് പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടക്ക ദിനമായ ഇന്ന് സീറോ മലബാർ സഭയിൽ സഭയെ സ്നേഹിക്കുന്നവർ രക്തപ്രതിജ്ഞ എടുക്കുന്നു. നാളെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം. അത് രാവിലെ തന്നെ കേട്ട് പള്ളി പോകുന്നതിന് മുമ്പ് കേട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പള്ളി പോകുന്നതിന് മുമ്പ് അത് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കേട്ട് കഴിഞ്ഞിട്ടായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ നാളത്തെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോയും കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോയും പരമാവധി പ്രചരിപ്പിച്ച് സഭയെ സ്നേഹിക്കുന്നവരിലേക്ക് എത്താനായിട്ട് ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്ന് ഇങ്ങനെ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒരു സവിശേഷ ദൗത്യം ഉണ്ട്. മറ്റൊരു മാർപ്പാപ്പയും ചെയ്യാത്ത വിധത്തിൽ സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാന ലിറ്റേർജി നടപ്പാക്കാൻ ശ്രമിച്ച, അതിനുവേണ്ടി 4 പ്രാവശ്യം നേരിട്ട് ഇടപെട്ട മറ്റൊരു മാർപ്പാപ്പന്മാരും ചെയ്യാത്തൊരു കാര്യമാണത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടക്കമാണിന്ന്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഈ കബറടക്ക ദിനത്തിൽ നമുക്ക് കർത്താവിലും കർത്താവിൻ്റെ മാർപ്പാപ്പയിലും, അതായത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനുമുള്ള വിശ്വാസം രക്തപ്രതിജ്ഞയായി സമർപ്പിക്കാനുള്ള ദിവസമായി ആചരിക്കാം. നാളെ നമ്മൾ പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുതുഞായർ, അതായത് പുതിയ മനുഷ്യവംശം തുടങ്ങിയ ഈശോയുടെ പാർശ്വത്തിലേക്ക് ഒട്ടിച്ചു ചേർക്കപ്പെട്ട തോമാസ് ലീഹായെ ഓർക്കുന്ന, ആഗോള സഭയിൽ ഓർക്കുന്ന ദിവസം. നാളെ കത്തോലിക്ക സഭയിൽ എല്ലാ സഭകളിലും നാളത്തെ വായന എന്ന് പറയുന്നത് തോമാസ് ലീഹ കർത്താവിൻ്റെ തിരുവിലാവിൽ തൊട്ടുകൊണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പ്രഖ്യാപിക്കുന്നതാണ്. അവൻ്റെ വിലാപ്പുറത്ത് അവിടെ നിന്ന് ഒഴുകിയ രക്തത്തിലും വെള്ളത്തിലും ഒട്ടിച്ച് ചേർക്കപ്പെട്ട് പുതിയ മനുഷ്യനായി തീർന്ന ദിവസമാണ്. അതുകൊണ്ട് പുതുഞായർ. ഞാൻ പറഞ്ഞല്ലോ, അതെന്താണ് നാളെ ചെയ്യേണ്ട പുതിയ കാര്യം എന്തെന്ന് ഞാൻ നാളെ രാവിലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും. ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും പരമാവധി ആളുകളെ ഇടവക തലത്തിൽ സംഘടിപ്പിക്കാനും ശ്രമിക്കണമെന്ന് വിവിധ നേതാക്കളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്താണ് മാർപ്പാപ്പ പറഞ്ഞത്? നിങ്ങളുടെ ചുമതലപ്പെട്ട സഭാധികാരികൾ സഭയ്ക്ക് പുറത്തു പോകുന്നത് സാക്ഷ്യപ്പെടുത്തുന്ന നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക. നമുക്ക് ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. നിങ്ങളുടെ ചുമതലപ്പെട്ട സഭാധികാരികൾ സഭയ്ക്ക് പുറത്തു പോകുന്നത് സാക്ഷ്യപ്പെടുത്തുന്ന നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക. അങ്ങനെ വന്നാൽ ഉചിതമായ നടപടികൾ അത്യധികം വേദനയോടെ എടുക്കേണ്ടതായി വരും. അതിലേക്ക് എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പരസ്യമായും രഹസ്യമായും എടുത്ത നിലപാട്. അതദ്ദേഹം സംശയലേശമെന്നേ ആർക്കും സംശയമുണ്ടാകരുത് എന്ന് കരുതിയിട്ട് തന്നെ പ്രസിദ്ധപ്പെടുത്തി. അപ്പോൾ എന്താണ് ഈ മാർപ്പാപ്പ പറഞ്ഞത്? നിങ്ങൾ സഭയ്ക്ക് പുറത്തു പോകുന്ന സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക, ശീഷ്മേലേക്ക് പോകാതിരിക്കുക. അങ്ങനെ പോയാൽ ഉചിതമായ നടപടികൾ, സഭാ നടപടികൾ അത്യധികം വേദനയോടെയാണെങ്കിലും ഞാൻ എടുക്കേണ്ടതായി വരും. അതിലേക്ക് എന്നെ വലിച്ചിഴക്കരുത്. വലിച്ചിഴച്ചാൽ ഞാൻ നടപടി എടുത്തിരിക്കും. എങ്ങനെയെങ്കിലും ചേർത്ത് പിടിക്കാനല്ല, എന്തു വന്നാലും അനുസരിപ്പിക്കാനാണ് സുറിയാനി സഭാ നേതൃത്വത്തോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്. ഇപ്പോൾ സഭാ നേതൃത്വം തന്നെ ശീഷ്മയിലാണ്, മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ സഭാ നേതൃത്വത്തിൽ നിന്ന് നീതിയോ സത്യമോ പ്രതീക്ഷിക്കാൻ പറ്റാത്ത സമയമാണ്. അങ്ങനെയെങ്കിൽ കേസ് കൊടുത്താൽ പോരെ എന്നാണ് ചിലർ ചോദിക്കുന്നത്. പോരാ, കേസും കൂട്ടൊക്കെ അതിന് വഴിക്ക് നടക്കട്ടെ. പക്ഷേ അതെല്ലാം കാലതാമസമെടുക്കും.
നമ്മൾ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് ഓരോ ഇടവകയിലും പ്രവർത്തിക്കുകയാണ്. അതാണ് നമ്മുടെ കളിക്കളം അവിടെയാണ്. തീർച്ചയായും വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ വേണം. അത് ആളുകളെ സംഘടിപ്പിക്കാനാണ്. പോരാട്ടവേദി വാട്സാപ്പ് ഗ്രൂപ്പിലല്ല. കളിക്കളത്തിലേക്ക് ഇറങ്ങൂ, ഇടവകയിൽ കളിക്കൂ. കളിക്കാന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരാളെങ്കിൽ ഒരാൾ, ചെറിയൊരു ഗണമെങ്കിൽ ഒരു ഗണം, അതിൽ നിരാശത വേണ്ട. പലപ്പോഴും ഒറ്റയ്ക്ക് നിന്നുള്ള പോരാട്ടമാണ് വിജയം വരിക്കുക. എന്താണ് നമ്മൾ പറയേണ്ടത്? മാർപ്പാപ്പയെ അനുസരിക്കാത്ത വികാരി ഞങ്ങൾക്ക് വേണ്ട. മാർപ്പാപ്പയെ അനുസരിക്കാത്തവൻ കത്തോലിക്കനല്ല. ഞങ്ങൾക്ക് കത്തോലിക്ക വികാരി മതി. മാർപ്പാപ്പയെ അനുസരിക്കാത്തവൻ കത്തോലിക്കനല്ല. അങ്ങനെ മാർപ്പാപ്പയെ അനുസരിക്കാത്ത സഭാ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട. സഭ ഇല്ലിസെറ്റ് എന്ന് പ്രഖ്യാപിച്ച കുർബാന ഞങ്ങൾക്ക് വേണ്ട. സമവായം എന്ന പാഷാണ്ഡത ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് സഭ അംഗീകരിച്ച ഏകീകൃത കുർബാന മതി. മാർപ്പാപ്പയെ അനുസരിക്കുന്ന വികാരി മതി. കൂതാശ വിലക്കുള്ള വൈദികർ ഇവിടെ പ്രവേശിക്കരുത്. മേജർ ആർച്ച് ബിഷപ്പായാലും അദ്ദേഹത്തിൻ്റെ വികാരിയായാലും മാർപ്പാപ്പയെ അനുസരിക്കുന്നില്ലെങ്കിൽ അവർ ശീശ്മയിലാണ്. അവരുടെ സ്ഥാനം കത്തോലിക്ക സഭയ്ക്ക് പുറത്താണ്. ജോൺ പോൾ രണ്ടാമനും ബെനഡിക്ട് മാർപ്പാപ്പയും സഞ്ചരിച്ച പാതയിലൂടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സഞ്ചരിച്ചത്. ഒരു പടി കൂടി കടന്ന് അദ്ദേഹം 4 പ്രാവശ്യം നേരിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയെ അനുസരണത്തിലൂടെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു. എങ്ങനെയും ചേർത്ത് പിടിക്കാനല്ല, അനുസരണത്തിലൂടെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ കടുത്ത നടപടി എടുക്കേണ്ടി വരുമെന്ന് കട്ടായം പറയുകയും ചെയ്തു. ഇനി അങ്ങനെ സംശയം ലേശമെന്നെ നടപടികൾ എടുത്തു. 3 പേരുടെ രാജി, അതായത് മേജർ ആർച്ച് ബിഷപ്പ്, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ, മെത്രാപ്പോലിത്ത. ഇതിനേക്കാൾ വലിയ നടപടികൾ എന്തുണ്ട്? അതും ഒരു 2 വർഷത്തിനുള്ളിൽ. അതിനാൽ നമുക്കിന്നൊരു പ്രതിജ്ഞ എടുക്കാം, രക്തപ്രതിജ്ഞ. ഓരോ അൽമായനും ഈ പ്രതിജ്ഞ എടുക്കുക. കഴിയുമെങ്കിൽ പള്ളിയിൽ വെച്ച്, കുരിശിന് മുമ്പിൽ വെച്ച്, അതിന് കഴിയില്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച്, അതൊന്നും കഴിയില്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വെച്ച്, ഇനി വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ തനിച്ച് ഒരു രക്തപ്രതിജ്ഞ. സുറിയാനി കത്തോലിക്ക സഭയെ ശീശ്മയിലേക്ക് നയിക്കുന്ന സഭാ നേതൃത്വം ഞങ്ങൾക്ക് വേണ്ട. ഇതാണ് രക്തപ്രതിജ്ഞയുടെ രക്തചുരുക്കം. സുറിയാനി കത്തോലിക്ക സഭയുടെ വിശ്വാസം സംരക്ഷിക്കാൻ പ്രാണൻ കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഇതൊരു രക്തപ്രതിജ്ഞയായി നമ്മുടെ സിരകളിലും നമ്മുടെ ജീവിതത്തിലും നിലനിൽക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.